ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തികച്ചും വ്യത്യസ്തവും കൗതുകകരവുമായ ഒരു അടിപൊളി കാഴ്ചയാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. കോർമറന്റ് ഫിഷിംഗ്, അതായത് ജപ്പാൻ, ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന പരിശീലനം ലഭിച്ച കോർമറന്റ് ഇനത്തിൽപ്പെട്ട പക്ഷികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരമ്പരാഗതമായ മത്സ്യബന്ധന രീതിയാണിത്. ഇതിന് ജാപ്പനീസിൽ ഉക്കായി എന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ്ട് 1300 വർഷങ്ങൾ പഴക്കമുള്ളതും ഇന്നും നിലനിൽക്കുന്നതുമായ ഒരു വ്യത്യസ്തമായ മത്സ്യബന്ധന രീതിയാണിത്. അതിൻ്റെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ജപ്പാനിലെ യമഗുച്ചി പ്രവിശ്യയിലെ ഇവാക്കുനിയിലുള്ള നിഷിക്കി നദിക്ക് കുറുകെയുള്ള അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ കിൻഡായി മരപ്പാലത്തിലാണ്. 1673 നിർമ്മിച്ച ആർച്ച് രീതിയിലുള്ള ഈ പാലം പൂർണ്ണമായും മരത്തടികൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചതാണ്. ഇവാക്കുനി പാലസ് സ്ഥിതി ചെയ്യുന്ന യോക്കോയാമ മലനിരകളുടെ താഴ്വരയിലായിട്ടാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ഈ പാലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മലമുകളിൽ ഇവാക്കുനി പാലസ് കാണാം. ഇത് ജപ്പാനിലെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. പ്രത്യേകിച്ചും സാക്കുറ മരങ്ങൾ പൂക്കുന്ന സ്പ്രിംഗ് സീസണിലും പല വർണ്ണങ്ങൾ ഉള്ള മേപ്പിൾ മരങ്ങൾ ഇലപൊഴിയുന്ന ഓട്ടം സീസണിലുമാണ്. ഈ പാലത്തിൻ്റെ മുകളിലുള്ള കാഴ്ച ഒരു ക്യാമറ കൊണ്ടും പൂർണ്ണമായി ഒപ്പിയെടുക്കാനാവില്ല. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയാണ്. ഒരു വശത്തേക്ക് നോക്കിയാൽ അങ്ങ് ദൂരെ മലമുകളിൽ ഇവാക്കുനി പാലസ് കാണാം. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഈ നിഷിക്കി നദിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പ്രതിബിംബങ്ങൾ നമുക്കിങ്ങനെ കാണാം. അതുപോലെ തന്നെ നദിയിൽ അവിടെ ഇവിടെയായിട്ട് ചില ചെറിയ ചങ്ങാടങ്ങളും അതുപോലെ ഈ കോർമറന്റ് ഫിഷിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളുടെ ചെറിയ വള്ളങ്ങളും ഒക്കെ കാണാം. എത്ര നല്ല ക്യാമറ കൊണ്ട് ഒപ്പിയെടുത്താലും നേരിൽ കാണുന്ന ഭംഗി നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. പ്രത്യേകം പരിശീലിപ്പിച്ചിട്ടുള്ള ഇത്തരം പക്ഷികളെ നിയന്ത്രിക്കാൻ മത്സ്യത്തൊഴിലാളികൾ പക്ഷികളുടെ കഴുത്തിന്, അതായത് തൊണ്ടയുടെ താഴെയായി കയറ് കൊണ്ട് ഒരയഞ്ഞ കുരുക്ക് കെട്ടുന്നു. ഈ കുരുക്ക് ചെറു മത്സ്യങ്ങളെ വിഴുങ്ങുന്നതിൽ നിന്നും പക്ഷിയെ തടയുന്നില്ല. പക്ഷേ വലിയ പക്ഷികൾ വിഴുങ്ങുന്നത് ഈ കുരുക്ക് തടയുന്നു. താൽക്കാലികമായി ഈ മത്സ്യങ്ങൾ പക്ഷിയുടെ തൊണ്ടയിൽ വയ്ക്കുകയും ഇത്തരത്തിൽ ഒരു പക്ഷി വലിയ മീനിനെ പിടിച്ചാൽ അതിനെ തിരികെ ഇവരുടെ വള്ളത്തിലേക്ക് എത്തിക്കുകയും ഈ മത്സ്യം തിരിച്ചെടുത്തതിന് ശേഷം വീണ്ടും പക്ഷികളെ വെള്ളത്തിലേക്ക് തിരിച്ചയക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇവരുടെ രീതി. വളരെ സ്വാദിഷ്ടമായ സ്വീറ്റ് ഫിഷ് അഥവാ ആയു മത്സ്യബന്ധനത്തിനായിട്ടുള്ള ഒരു പ്രധാന മത്സ്യബന്ധന രീതിയായി കോർമറന്റ് ഫിഷിംഗ് അറിയപ്പെടുന്നു. അതുപോലെ പുരാതന കാലങ്ങളിൽ ജപ്പാനിലെ പ്രഭുക്കന്മാരുടെ ഒരു പ്രധാന വിനോദമായി കോർമറന്റ് ഫിഷിംഗ് അറിയപ്പെട്ടിരുന്നു. ജപ്പാനിൽ വിനോദസഞ്ചാരികൾക്കുള്ള ഒരു പ്രധാന ആകർഷകമായി ഇന്നും ഇത് ഉപയോഗിച്ചു പോരുന്നുണ്ട്. നിലവിൽ ജപ്പാനിലെ ഏതാണ്ട് 13 നഗരങ്ങളിലാണ് പ്രധാനമായും കോർമറന്റ് മത്സ്യബന്ധനം നടത്തുന്നത്. ഓരോ മത്സ്യത്തൊഴിലാളിയും ഒരേ സമയം 6 മുതൽ 12 വരെ പക്ഷികളെ നിയന്ത്രിച്ചിരുന്നു. മത്സ്യബന്ധനത്തിനായി ഇത്തരത്തിൽ പക്ഷികളെ പരിശീലിപ്പിക്കുന്നവരെ കോർമറന്റ് മാസ്റ്റർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സാധാരണയായി ഒരു വള്ളത്തിൽ 3 മാസ്റ്റർമാരാണ് ഉണ്ടാവുക. അവരിൽ 2 പേര് സ്ത്രീകളായിരിക്കും. ഇത് അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഈ കോർമറന്റ് മാസ്റ്റർമാരുടെ വസ്ത്രധാരണവും വളരെ വിചിത്രമാണ്. പുരാതന രീതിയിലുള്ള തൊപ്പിയും വൈക്കോൽ കൊണ്ട് നിർമ്മിച്ച പാവാട രീതിയിലുള്ള വസ്ത്രവുമാണ് ഇവരുടെ വേഷം. പക്ഷികളുമായി വളരെ അടുത്ത് ബന്ധപ്പെടുന്ന ഈ കോർമറന്റ് മാസ്റ്ററിന് എല്ലാ പക്ഷികളുടെ സ്വഭാവവും കൃത്യമായി അറിയാൻ കഴിയും. ഈ പക്ഷികളെ നന്നായി പരിപാലിക്കുന്നതും ഇവർ തന്നെയാണ്. പകൽ സമയത്തും അതുപോലെ സന്ധ്യാനേരങ്ങളിലും ഇത്തരത്തിൽ പക്ഷികളെ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്താറുണ്ടെങ്കിലും സന്ധ്യാനേരത്തുള്ള ഇത്തരം മത്സ്യബന്ധനത്തിന് വെളിച്ചത്തിനായി വള്ളത്തിൽ മുമ്പിലേക്ക് തള്ളിയ രീതിയിൽ ഒരു കൂടയിൽ വിറക് വെച്ച് ആ വിറക് കത്തിച്ചാണ് അതിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് ഇവർ ഇത്തരത്തിലുള്ള മത്സ്യബന്ധനം നടത്തുന്നത്. ഇത്തരം വള്ളങ്ങളിൽ നദിയിൽ തീ ആളിപ്പടരുന്നതും മിന്നുന്ന വിറക് വെളിച്ചത്തിൽ മത്സ്യബന്ധനം നടത്തുന്നതും എല്ലാം ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇത്തരം കാഴ്ചകൾ വളരെ അടുത്തു നിന്ന് മറ്റൊരു ഉല്ലാസ ചങ്ങാടത്തിൽ ഇരുന്ന് ആസ്വദിക്കാനും കഴിയും. അതിനായി ഏതാണ്ട് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന
അതായത് ഇത്തരത്തിൽ കോർമറന്റ് പക്ഷികളെ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകളുടെ പിന്നാലെയായി ഇത്തരത്തിലുള്ള ഉല്ലാസ ചങ്ങാടങ്ങളിൽ നമുക്ക് ഏതാണ്ട് 1 മണിക്കൂറോളം ചെലവഴിക്കാനാവും. ഇതിൻ്റെ പുറകെ തന്നെ പോയി നമുക്കത് കൃത്യമായിട്ട് നമുക്ക് അത് കണ്ട് ആസ്വദിക്കാനാവും. അതിനായി ഒരാൾക്ക് ഏതാണ്ട് 2000 മുതൽ 3500 yen വരെ, അതായത് ഏതാണ്ട് ഒരു 1000 മുതൽ 2000 വരെ ഇന്ത്യൻ റുപ്യ ആണ് ഒരാൾക്ക് 1 മണിക്കൂറേക്ക് ഈടാക്കുന്നത്. ഇത്തരത്തിൽ ഇവർ പിടിക്കുന്ന ആയു മത്സ്യങ്ങൾ ഉപ്പും ചേർത്ത് കനലിൽ പൊള്ളിച്ച് കഴിക്കുന്നത് അന്യായ രുചിയാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ മത്തിയൊക്കെ പൊള്ളിച്ച് കഴിക്കുന്ന ആ ഒരു രീതിയിൽ ഇത് ഇവിടുത്തെ സമീപത്തുള്ള റെസ്റ്റോറൻറ്റുകളിൽ വളരെ സുലഭമാണ്. സാങ്കേതിക വിദ്യ കൊണ്ട് ലോകം കീഴടക്കുന്ന ജപ്പാൻ, മറുവശത്ത് അവരുടെ വിശ്വാസങ്ങളും പരമ്പരാഗത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെയും സംരക്ഷിച്ചു പോരുന്നുമുണ്ട്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള യന്ത്രവൽകൃത മത്സ്യബന്ധനം അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ഈ പരമ്പരാഗത മത്സ്യബന്ധന രീതിയെ മാറ്റി നിർത്തുന്നു. ഇന്ന് ഇത് അന്യം നിന്നു പോകലിൻ്റെ വക്കിലാണെങ്കിലും ജപ്പാൻ ഗവൺമെൻറ് പ്രത്യേകം പദ്ധതികളിൽ ഉൾപ്പെടുത്തി ടൂറിസത്തിൻ്റെ വികസനത്തിനായി ഇത്തരം പുരാതനങ്ങളായിട്ടുള്ള മത്സ്യബന്ധന രീതികൾ പരിപാലിച്ചു പോരുന്നുണ്ട്. മറ്റൊരു വിശേഷമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.